ഗുഡ് മോർണിംഗ് എല്ലാ മലയാളികൾക്കും നമ്മുടെ ആസി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഫെബ്രുവരി മാസത്തെ റീഡിങ് നോക്കാൻ പോവാണ്. എല്ലാവർക്കും ഫെബ്രുവരി മാസത്തെ റീഡിംഗ് ആണ്. അപ്പോൾ 3 പൈലായിട്ട് നമുക്കത് തിരിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പൈല് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷനോട് ചോദിച്ചിട്ട് കറക്റ്റായിട്ടുള്ള നിങ്ങളുടെ പൈല് സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനകത്ത് നമ്മുടെ ലവ് സിറ്റുവേഷൻ, അത് കല്യാണം കഴിഞ്ഞതായാലും വയസ്സായാലും എന്താണെങ്കിലും ലവിൻ്റെ നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങളുടെ ഫിനാൻസ്, നിങ്ങളുടെ ഹെൽത്ത്, ഓക്കെ, പിന്നെ നിങ്ങളുടെ കരിയർ, ഇത്രയും നോക്കും. അത് ക്രോസ് സെക്ഷൻ പോലെയാണ് നമ്മൾ എടുക്കുന്നത്, ക്രോസ് പോലെയാണ്. സെലക്റ്റിക്കൽ ക്രോസ് ഫുള്ളായിട്ടില്ല, ജസ്റ്റ് സിമ്പിൾ ക്രോസ്. ഓക്കെ, കലറ്റിക്കൽ ക്രോസ് കംപ്ലീറ്റ് ആയിട്ട് എടുക്കുന്നില്ല. ഓക്കെ, സോ അതാണ് നമ്മൾ ചെയ്യുന്നത്. 3 പൈലുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് പൈല് ചൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഇംഗ്ലീഷ് ചാനലിൽ നമ്മൾ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ, അത് നിങ്ങളുടെ ലൈഫിലെ ഏത് ഏരിയയെങ്കിലും ആയിക്കോട്ടെ, ഏത് ഏരിയ ആയിക്കോട്ടെ, അത് നിങ്ങൾക്ക് അവിടെ എനിക്ക് തോന്നുന്നു 4 പൈലായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഓരോന്നിനും ഓരോ ഇതുണ്ട്, ഓരോ പൈലും നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ അനുസരിച്ച് 1, 2, 3 പൈല് നിങ്ങൾക്ക് ഡിഫറെൻറ്റ് കാര്യങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. പക്ഷെ നിങ്ങളുടെ ഇൻറ്റ്യൂഷനോട് ചോദിച്ചിട്ട് മാത്രമേ നിങ്ങൾ സെലക്ട് ചെയ്യാവൂ. റാൻഡംലി സെലക്ട് ചെയ്യരുത്. ഓക്കെ, അങ്ങനെ ചെയ്താൽ അത് മിസ്റ്റേക്ക് സംഭവിക്കും, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ റീഡിങ്ങിലേക്ക് പോവാം. അതിനു മുമ്പ് നമ്മുടെ വെബ്സൈറ്റ് തുടങ്ങിയ കാര്യം ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ബുക്കിംഗ് ഒരാളും ഇമെയിൽ മുഖേന ഞാൻ ബുക്കിംഗ് ഇനി ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ വെബ്സൈറ്റിലേക്ക് പോകുക. അവിടെ നിങ്ങൾക്ക് പേപ്പാൽ ഉണ്ട്, ക്രെഡിറ്റ് കാർഡ് വെച്ച് പേ ചെയ്യാം, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് എല്ലാം ഉണ്ട്, അവിടെ ചെയ്യാം. ഇനി പേപ്പാലിലാണെങ്കിലും നിങ്ങൾക്ക് പേപ്പാൽ അക്കൗണ്ടിലേക്ക് പോകേണ്ട കാര്യമില്ല. അവിടെയും ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് പേ ചെയ്യാവുന്നതാണ്, വിസ, മാസ്റ്റർ കാർഡൊക്കെ ഉപയോഗിച്ച്. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. നമുക്ക് 1/2 അവറും 1 അവർ റീഡിങ്ങുമാണ്. 1/2 അവർ ആകുമ്പോൾ ആസ്ട്രോളജിക്കലി ചെറുതായിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ചെറിയ ഇത് നമുക്ക് നോക്കാൻ പറ്റും. അതിനുള്ള സമയം നമുക്ക് കിട്ടുള്ളൂ. പിന്നെ നമുക്ക് നിങ്ങളുടെ ടാരോട്ട് നമ്മൾ റീഡ് ചെയ്ത് തരും. 1 അവർ റീഡിങ്ങിലാണെങ്കിൽ കംപ്ലീറ്റ് നമ്മൾ നോക്കും. അതായത് ടാരോട്ട് നിങ്ങളുടെ ആസ്ട്രോളജിക്കൽ അനാലിസിസ് 15 ഇയേഴ്സിൻ്റെ നോക്കും. അതുകൂടാതെ നിങ്ങളുടെ പെൻഡുൽ ഉപയോഗിച്ച് നോക്കും, നിങ്ങൾക്ക് റൂൺസ് ഉപയോഗിച്ച് നോക്കും. ഇതെല്ലാം നോക്കി ഡബിൾ ചെക്കും ട്രിപ്പിൾ ചെക്കൊക്കെ ചെയ്തിട്ട് അതിനുശേഷം അതിനൊരു റെസൊല്യൂഷനും നിങ്ങൾക്ക് വേണ്ടുന്ന ഹീലിങ്ങിൻ്റെ അഡ്വൈസും ഞാൻ തരും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ നമ്മുടെ ഫെബ്രുവരി മാസത്തെ റീഡിങ്ങിലേക്ക് പോവുകയാണ്. ഫെബ്രുവരി മാസത്തിൻ്റെ റീഡിങ് 3 പൈലായിട്ട് നിങ്ങളുടെ റൊമാൻസ്, അതായത് ലവ്, ഫൈനാൻസ്, ഹെൽത്ത്, ദെൻ കരിയർ. ഇപ്പം നിങ്ങൾക്ക് അതിൽ ഇഷ്ടമുള്ള പൈല് സെലക്ട് ചെയ്യുക. ഇപ്പം നമ്മൾ പോകുന്നത് പൈൽ നമ്പർ 1ലേക്കാണ്. ഓക്കെ, അതിന് മുമ്പ് ഒരു കാര്യം, ഇംഗ്ലീഷ് ചാനലിലേക്ക് പോകുന്നവർ അവിടെ കാണുന്ന ആ വീഡിയോസ് ഞാൻ ഇവിടെ ഇടില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ പ്രാവശ്യവും ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട്, അവിടെ ഇട്ടിട്ടുണ്ട് എന്ന് എനിക്ക് ഏത് സമയം അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ കേൾക്കുന്ന നിങ്ങൾക്കും ഒരു വല്ലാത്ത ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇംഗ്ലീഷ് വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ അവിടെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ പ്രസ് ബെല്ലൈക്കൺ ഞെക്കുകയാണെങ്കിൽ ഞെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ ഞാനിവിടെ കുത്തിയിരുന്ന് പറയേണ്ട കാര്യമില്ല, ഏത് സമയം പറയുമ്പോൾ എനിക്ക് വല്ലാത്തൊരു അരോചകത്താണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പൈൽ നമ്പർ 1ലേക്ക് പോവാം. Pile number 1. For the month of February, whoever watching this video, whatever the situation, for the month of February, what was there? The fire, earth, air, water, and the space energies of the universe. Angels, guardians, keepers, please
Give pile number 1 the right answers for the month of February. നിങ്ങളുടെ ലവ്, ഫൈനാൻസ്, ഹെൽത്ത്, കരിയർ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫെബ്രുവരി മാസത്തെ ലവ് ആൻഡ് റിലേഷൻഷിപ്പ് എല്ലാവർക്കും, ഈ ഒരു റീഡിങ് എല്ലാവർക്കും ഉള്ളതാണ്. ഓക്കെ. ഹിയർ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് 3 of Wands ആണ്. നിങ്ങൾ എന്തിനോ വേണ്ടി കാത്തിരിക്കുന്ന ഒരവസരം ആണ് ഫെബ്രുവരി മാസത്തിൽ. ഇതെനിക്ക് ക്ലാരിഫിക്കേഷൻ വേണം. ഓക്കെ, ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു ഫെബ്രുവരി മാസത്തില് ആദ്യത്തില് നിങ്ങൾ എന്തിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ പ്രസന്റിൽ നിങ്ങൾ അത് നോക്കിയിരിക്കുന്നുണ്ട്, അത് നിങ്ങൾക്കൊരു ന്യൂസ് വരാണ്. നിങ്ങൾക്ക് അതിലൊരു കമ്മിറ്റ്മെന്റ് വരുന്നുണ്ട്. അത് ലവ് ലൈഫിൽ നിങ്ങൾക്ക് ആരാണ്, നിങ്ങൾക്ക് ആരെങ്കിലും പ്രത്യേകിച്ച് പാസ്റ്റ് ചെയ്യുന്ന ഒരു പേഴ്സൺ വരാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുകയാണോ, അതല്ലെങ്കിൽ പുതിയൊരു കല്യാണം കഴിക്കാൻ നോക്കിയിരിക്കുകയാണോ, എന്താണ് നിങ്ങളുടെ സിറ്റുവേഷൻ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തോ ഒന്ന് നിങ്ങൾ നോക്കിയിരിക്കുന്നതിനെ കുറിച്ചിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ന്യൂസ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു മെയില് അല്ലെങ്കിൽ മെസ്സേജ് അല്ലെങ്കിൽ ഇമെയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് വരികയോ അല്ലെങ്കിൽ നേരിട്ട് പേഴ്സൺ വന്ന് പറയുകയോ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവാം. അതല്ലെങ്കിൽ ഇതൊരു വിവാഹമാണ്, ഇതൊരു വിവാഹമാണ്. ഓക്കെ, വിവാഹത്തിന്റെ സിറ്റുവേഷൻ, അതല്ലെങ്കിൽ കമ്മിറ്റ്മെന്റിന്റെ സിറ്റുവേഷൻ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ്. അത് വളരെ നല്ല ഒരു മാസമായിട്ടാണ് ഫെബ്രുവരി മാസം എനിക്ക് തോന്നുന്നത്. തുടക്കത്തിൽ നോക്കിയിരിക്കുകയാണെങ്കിലും യു ആർ ഗോയിങ് ടു റിസീവ് സംതിങ് ഗുഡ് ന്യൂസ്. ആ ന്യൂസ് എന്ന് പറയുന്നത് കമ്മിറ്റ്മെന്റ് ആണ്. അപ്പൊ ലവ് റീഡിങ്ങിൽ അതാണ് നമുക്ക് കാണുന്നത്. ഇനി എന്താണ് നിങ്ങളുടെ ഫിനാൻസ്? എംപറർ. ഫിനാൻസിന്റെ ഇതിലെ എംപറർ കാർഡ് വരിക എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു പൊസിഷനാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം വളരെ ഡോമിനന്റ് ആണ്, വളരെ പ്ലാനിങ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, വളരെ ഫോക്കസ്ഡ് ആയിരിക്കും, ഒക്കെ ആയിരിക്കും. പക്ഷെ ഇത് ബിസിനസ്സിലൊക്കെ ആണെങ്കിൽ ഈ എംപറർ പൊസിഷൻ നല്ലതാണെങ്കിലും കൊളീഗ്സിന്റെ അടുത്തും ജോലി ചെയ്യുന്ന മറ്റുള്ളവരുടെ അടുത്തും ഇത്തിരി ഡോമിനേറ്റിംഗ് പവർ കാണിക്കാൻ ശ്രമിക്കും. അത് കുറയ്ക്കണം. പിന്നെ ഫിനാൻസിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഒരു മെയിൽ പേഴ്സൺ, നിങ്ങൾക്ക് ആരെങ്കിലും ഒരു ഹെൽപ്പ് പ്രതീക്ഷിക്കുന്നവര്, ജോലിയിൽ ഹെൽപ്പ് പ്രതീക്ഷിക്കുന്നവര്, അല്ലെങ്കിൽ ഫിനാൻസിൽ എന്തെങ്കിലും നോക്കി ഒരു ലോണിന് അപേക്ഷിച്ചിട്ട് നിൽക്കുന്നവര്, നിങ്ങൾക്കൊരു ഹെൽപ്പിംഗ് ഹാൻഡ് പ്രതീക്ഷിക്കാം എന്ന് ഫെബ്രുവരിയിൽ. ഇനി നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ. ഹെൽത്ത് കണ്ടീഷൻ ഈസ് വെരി വണ്ടർഫുൾ. വളരെ മോശമായിരുന്ന ഒരു സമയമായിരുന്നെങ്കിൽ ഇനി നിങ്ങൾക്ക് വളരെ നല്ലൊരു സമയം വരികയാണ്. കരിയർ. കരിയറിൽ ഇവിടെ കുറച്ച് കോമ്പറ്റീഷൻ ഉണ്ട്, ചലഞ്ചസ് ഉണ്ട്, കോമ്പറ്റീഷൻ ഉണ്ട് കരിയറിൽ ഫെബ്രുവരി മാസത്തിൽ. കാരണം നിങ്ങൾക്ക് കാണാം ഇവിടെ ഫിനാൻസ് നിങ്ങൾക്ക് നല്ലതാണ്, പക്ഷെ കരിയറിൽ ഇവിടെ നിങ്ങൾക്ക് ഫൈറ്റിങ്സ് ഉണ്ട് അല്ലെങ്കിൽ ചലഞ്ചസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ബോസോ അതല്ലെങ്കിൽ നിങ്ങൾ ജോലി എടുക്കുന്ന സ്ഥലത്തോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കോൺട്രാക്റ്റിലോ നിങ്ങൾക്ക് എക്സ്ട്രാ എഫേർട്ട് എടുക്കേണ്ട ഒരു അത്യാവശ്യം വരും, അല്ലെങ്കിൽ മറ്റുള്ളവരെ കോമ്പീറ്റ് ചെയ്ത് ജയിക്കേണ്ട ഒരു അത്യാവശ്യം വരും. ചില സമയത്ത്
ഒരു പക്ഷേ വാക്കുകൾക്ക് ഉണ്ടാവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് മുന്നിലേക്ക് പോകണം എന്ന് പ്രത്യേകമായിട്ട് പറയണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 of Wands എന്ന് പറയുന്നത് പല കോമ്പറ്റേറ്റേഴ്സിൻ്റെ അടുത്ത് കോമ്പറ്റ് ചെയ്ത് തോൽപ്പിച്ച് ജയം നേടുന്ന ഒരവസ്ഥയാണ്. ഓക്കെ, ഇവിടെ ഫൈറ്റ് ചെയ്യുകയാണ്. നിങ്ങൾ നിങ്ങളുടെ റൈറ്റ്സിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഒരു മാസം. അതല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കഴിവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാൻ, അതല്ലെങ്കിൽ പ്രത്യേകിച്ച് ഫിനാൻസിൻ്റെ കാര്യത്തിൽ കാണിക്കാനായിട്ട് പ്രത്യേകിച്ച് ഒരു എഫേർട്ട് എടുക്കേണ്ട അവസ്ഥ വരുന്ന, അതായത് എക്സ്ട്രാ എഫേർട്ട് എടുക്കേണ്ട ഒരു സമയം, അതാണ് ഇതിനകത്ത് കാണുന്നത്. ഓക്കെ, അപ്പോൾ പൈൽ നമ്പർ 1ന്റെ ഫെബ്രുവരിയിലത്തെ ഇതാണ് ഞാൻ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇനി നമുക്ക് പൈൽ നമ്പർ 2ലേക്ക് പോവാം. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇതിൻ്റെ ഇടയിൽ പറയുന്നതാണ്, നമ്മളെ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും നല്ല കർമ്മം ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇപ്പം നിങ്ങൾക്ക് ഇത്തിരി പെട്ടെന്നൊരു ഉയർച്ച ചിലപ്പോൾ കണ്ടില്ലെങ്കിൽ സ്ലോ ആൻഡ് സ്റ്റഡി ലേറ്റർ നിങ്ങളത് അച്ചീവ് ചെയ്യും. അതല്ല, നിങ്ങൾ ബാഡ് കർമ്മ വഴി എന്തെങ്കിലും സ്വീകരിക്കുകയോ ഉണ്ടാക്കിയെടുക്കുകയോ ചെയ്താൽ അത് പെട്ടെന്ന് നശിച്ചു പൊലിഞ്ഞു പോകും. അപ്പം അത് ശ്രദ്ധിക്കണം. ഓക്കെ, അത് എനിക്ക് എപ്പോഴും നിങ്ങളോട് പറയാനുള്ള ഒരു ഇതാണ്. നല്ല കർമ്മം ചെയ്യുക, അതാണ് നിങ്ങൾക്ക് മക്കൾക്ക് കൊടുക്കാനുള്ള ഹെറിഡിറ്ററി. ഓക്കെ, നല്ല കർമ്മം ചെയ്താലാണ് അവർക്ക് നല്ല കർമ്മം ഉള്ള DNA ഉള്ള കുട്ടികൾ ജനിക്കൂ. അതുകൊണ്ടാണ് നല്ല ജാതകങ്ങൾ ഉണ്ടാകുന്നത്. അല്ലാണ്ട് ജാതകം ജനിക്കുന്നതിന് മുമ്പ് ഉണ്ടായി വരുന്നതല്ല. ജാതകം ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ അതായത് ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ഒരു കുട്ടി ഉണ്ടാകണം എന്ന് വിചാരിച്ച് പ്രവർത്തിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത്, നിങ്ങളുടെ വിചാരം ഒരു എഗ്ഗും എംബ്രിയോയും ഒരു സ്പേമും യോജിക്കുന്നു, അല്ലെങ്കിൽ എഗ്ഗും സ്പേമും യോജിക്കുന്നു എന്നാണ്. പക്ഷെ അവിടെ നിങ്ങൾക്ക് ആത്മാവിൽ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം മരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്. നിങ്ങൾക്കറിയാം, നമ്മുടെ ശരീരം വിട്ട് ആത്മാവ് പോകുന്നതിനെയാണ് മരിച്ചു അല്ലെങ്കിൽ ശവം എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ ജനിക്കുമ്പോഴും അത് ഫസ്റ്റ് ഉരുവാകുമ്പോഴും അതങ്ങനെ സംഭവിക്കണമല്ലോ. അപ്പോൾ വരുന്ന, അതായത് നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾക്ക് ഫിസിക്കലി രൂപം കൊടുക്കുന്ന ഒരവസ്ഥയ്ക്ക് ഉള്ളിൽ ഒരു ആത്മാവ് വന്നിരിക്കുന്നുണ്ട്. ആ ഇത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് ഒരു ആത്മാവ് വരുന്നുണ്ട്. ആ ആത്മാവ് നല്ല DNA ഉള്ള പ്രവൃത്തികൾ ചെയ്യാനുള്ള, ഗുഡ് കർമാസ് ചെയ്യാനുള്ള DNA കയറണം. അങ്ങനത്തെ ആത്മാവാണ് വരേണ്ടതെങ്കിൽ യു മസ്റ്റ് ഹാവ് ടു ഡു ദ ഗുഡ് കർമ്മ. അപ്പോഴാണ് നമ്മുടെ ബോഡി അതിന് DNA കറക്റ്റായിട്ട് കൊടുക്കുകയും ബാക്കിയുള്ള സംഭവങ്ങൾ, ജാതകം, ഇതൊക്കെ അതിൻ്റെ എഫക്റ്റായിട്ട് പിന്നീട് ഉണ്ടാവുകയും ചെയ്യുന്നത്. മനസ്സിലായോ? അതാണ് അതിൻ്റെ സത്യം. അപ്പം അത് മനസ്സിലാക്കുക. ഒരു ഇത് പറഞ്ഞു എന്നുള്ളൂ. കാരണം കുറച്ച് നാളുകളായിട്ട് ഞാൻ ടോക്സ് ഒന്നും പറയാറില്ല. പക്ഷേ എനിക്കെന്തോ അങ്ങനെ പറയാൻ തോന്നി. പല കാര്യങ്ങളും നമ്മളുടെ ഒരു ഇഷ്ടത്തിനും കാര്യങ്ങൾക്കും മാത്രം പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് ചില കാര്യങ്ങൾ സംഭവിക്കുകയും ഒക്കെ ചെയ്യും. ഓക്കെ, ഞാൻ ഈ വീഡിയോ ഇതിനു മുമ്പ് എടുത്തതാണ്. പക്ഷെ എടുത്തിട്ട് അതിൻ്റെ ഇടയിൽ ഒരു ഫോൺ കോൾ വന്നതുകൊണ്ട് ആ വീഡിയോ കട്ടായിപ്പോയി തുടക്കത്തിൽ. അത് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഫുൾ റീഡിങ് എടുത്ത് കഴിഞ്ഞതാണ്. അപ്പോൾ ചിലപ്പോൾ അത് നിങ്ങൾക്ക് ലഭിക്കാനുള്ളതായിരിക്കില്ല. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അപ്പോൾ ഇപ്പം നമ്മൾ പൈൽ നമ്പർ 2ലേക്ക് പോവുകയാണ്. പൈൽ നമ്പർ 2 ആർക്കൊക്കെ നിങ്ങളുടെ ഇൻഡ്യൂഷനിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കിട്ടിയ ആൾക്കാർ അതനുസരിച്ചിട്ട് നോക്കുക. പിന്നെ ഞാനൊരു കമൻറ്റ് കണ്ടായിരുന്നു, റീഡിങ് ശരിയല്ല എന്ന് പറഞ്ഞിട്ട്. ഏതൊരു എനിക്കറിയില്ല, അത് പറഞ്ഞതുകൊണ്ട് എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ ഞാൻ അതിൻ്റെ യാഥാർത്ഥ്യം പറഞ്ഞു തരികയാണ്. നമ്മുടെ വെബ്സൈറ്റിൽ നമ്മൾ വർക്ക്ഷോപ്സ് നടത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും.
വർക്ക്ഷോപ്സ് നടത്തുന്നുണ്ട് നമ്മൾ. അപ്പോൾ 25 പേര് ഇപ്പോഴല്ല, ഞാൻ അനൗൺസ് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ പഠിക്കാൻ ആഗ്രഹമുള്ളവർ വരാം. പക്ഷേ ഈ 78 കാർഡിൻ്റെ അർത്ഥം എങ്ങനെയാണത് അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കണേ എന്ന് ഞാൻ വെറുതെ പറഞ്ഞു തന്നിട്ട് പോവാനാണെങ്കിൽ നിങ്ങൾ അത് വെച്ച് വായിച്ചാൽ നിങ്ങൾ തോറ്റുപോകും. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ടാരോട്ട് കാർഡ് വായിക്കുക എന്ന് പറയുന്നത് ടാലൻറ്റും കൂടിയാണ്. അതിൻ്റെ കൂടെ നമ്മുടെ ഇൻഡ്യൂഷനും ഇൻസ്റ്റിങ്ക്റ്റും സൈക്കിക് പവറും ഉപയോഗിച്ചിട്ടാണ് വായിക്കുന്നത്. അല്ലാണ്ട് വെറുതെ കാർഡിൻ്റെ അർത്ഥം പറഞ്ഞു പോകുന്നതല്ല. അപ്പോൾ ഇൻ കേസ് ഇപ്പം നിങ്ങളുടെ ഇൻഡ്യൂഷൻ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ തെറ്റായൊരു പൈലെടുത്ത് പോയി, എന്നിട്ട് അത് ചെയ്തത് അത് ശരിയല്ല, അല്ലെങ്കിൽ കാർഡ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ഏത് കാർഡാ നിങ്ങൾക്ക് ഏത് കാർഡ് എടുത്താലും ഈവൻ 9 ഓഫ് വാണ്ട്സ് എന്ന് പറയുന്ന ഈ റെസിസ്റ്റീവ് ആയിട്ടുള്ള കാർഡ് നിങ്ങൾക്ക് 9 ഓഫ് വാണ്ട്സ് കണ്ട സ്റ്റാഗ്നന്റ് ആയിട്ടുള്ള റെസിസ്റ്റീവ് ആയിട്ടുള്ള ഒരു കാർഡാണ്. ഈ കാർഡ് നിങ്ങൾക്കൊരു ആൻസർ കിട്ടി, ഈ കാർഡ് ഇങ്ങനെ കിടക്കുകയാണ്. ഞാൻ ഇതിൻ്റെ അർത്ഥം പറഞ്ഞു തരികയാണ്. 9 ഓഫ് വാണ്ട്സിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു തരാണ്. ഇത് അർത്ഥം പറഞ്ഞു തന്നിട്ട് ഇതുപോലെ നിങ്ങൾ യൂസ് ചെയ്താൽ തെറ്റിപ്പോകും. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ പല രീതിയിൽ പല ടൈപ്പിൽ ഒരാളുടെ ജീവിതത്തിൽ സ്റ്റാഗ്നന്റ് ആവും. എങ്ങനെ സ്റ്റാഗ്നന്റ് ആവും? നല്ലൊരു കാര്യം സംഭവിക്കാൻ വേണ്ടിയിട്ട് അതിന് മുന്നോട്ടിയായിട്ട് കുറച്ചു കാലം ഫ്രീസ് ചെയ്ത് നിൽക്കും. ശല്യമായിട്ട് കുറച്ചു കാലം ഫ്രീസ് ചെയ്ത് നിൽക്കും. ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വരാൻ വേണ്ടിയിട്ട് കുറച്ചു കാലം ഫ്രീസ് ചെയ്ത് നിൽക്കും. ഇതിലൊക്കെ ഏതാണിത് വരുന്നതെന്ന് നമ്മുടെ സൈക്കിക് പവറിൽ കൂടെ നമ്മൾ കണ്ടുപിടിക്കാനുള്ള ഒരു കഴിവും അതനുസരിച്ചിട്ട് പറയാൻ ഉള്ള ഒരു കഴിവുണ്ടാവണം. അല്ലെങ്കിൽ അത് പറഞ്ഞ തെറ്റിപ്പോകും. അപ്പൊ കാർഡിന്റെ ഇറങ്ങി ഓറിയൻസേച്ച് ഇത് 9 ഓഫ് വാണ്ട്സിന്റെ കാർഡുണ്ടോ? ഈ യൂട്യൂബിലെ വീഡിയോ ഒക്കെ കണ്ടിട്ടേ ഈ 9 ഓഫ് വാണ്ട്സിന്റെ കാർഡിന്റെ അർത്ഥം ഇതാണ്. റിൻസേച്ച് പറഞ്ഞ അർത്ഥം അതാണ്. കാര്യമില്ല കേട്ടോ മക്കളെ, ഒരു രക്ഷയില്ല. അപ്പൊ എൻ്റെ അടുത്ത് പഠിക്കുമ്പോൾ നിങ്ങൾ ആദ്യം കാർഡുകളുടെ അടുത്തും പഠിക്കും. അത് കഴിഞ്ഞ് ഈ ഒരു സെറ്റല്ല, പല സെറ്റുകളും നമ്മൾ നോക്കും. ഇത് സെറ്റുകൾ നോക്കിയതിന് ശേഷം പല രീതിയിലുള്ള കാർഡ്, പല രീതിയിലുള്ള ടെസ്റ്റ് ഇതുകൾ നടത്തും. നിങ്ങളെ കൊണ്ടും ചെയ്യിപ്പിക്കും. അങ്ങനെ ചെയ്യിപ്പിച്ചിട്ടാണ് നമ്മളത് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ആ ഫീസൊക്കെ ഉണ്ടാവും. ഫീസ് ഇല്ലാണ്ട് നമുക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. കാരണം വെറുതെ നിങ്ങൾക്ക് 78 കാർഡിൻ്റെ ഇത് പറഞ്ഞു തരാനാണെങ്കിൽ ഒരു ദിവസം 10 കാർഡിൻ്റെ വരെ എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. വേഗം എനിക്ക് പരിചയം തീർക്കാം, വളരെ കുറച്ച് പൈസയിൽ നിങ്ങൾക്ക് ചെയ്തു തരാം. എനിക്കത് പറ്റില്ല. ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനം ഉണ്ടാവാനും പിന്നീട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവാനും വേണ്ടിയിട്ടാണ്. ഓക്കെ, അത് ക്യൂരിയോസിറ്റി ഉള്ളവർ മാത്രം അപ്ലൈ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതല്ലാതെ വെറുതെ പഠിക്കാൻ വേണ്ടിയിട്ട് ചെയ്താൽ കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഫയൽ നമ്പർ 2 ഫെബ്രുവരി. ഓക്കെ, the fire, the air, the earth, the water and the space energies of the universe, the guidance, the purpose, please give us the right answers for pile number 2 for the month of February. സോ നമ്മൾ ആദ്യം നമ്മുടെ ലവ് എന്താ നോക്കാം. ഫയൽ നമ്പർ 2 ഓക്കെ, നിങ്ങൾക്ക് കുഴപ്പമില്ല, വളരെ ഭംഗിയായിട്ട് പോകും എന്ന് 10 ഓഫ് പെന്റക്കിൾസിന്റെ ഇതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ കാർഡിന്റെ കാര്യം പറഞ്ഞത്. 10 ഓഫ് പെന്റക്കിൾസ് ഇനിയിപ്പോൾ അത് തപ്പിയെടുക്കാൻ എനിക്ക് വയ്യ. റൈഡർ വൈറ്റ് ടാരോട്ടിൽ കാണുകയാണെങ്കിൽ ഇറ്റ് ഈസ് അബൌട്ട് എവ്രിതിങ്. നിങ്ങൾക്ക് നല്ല ഫോർച്യൂണും നല്ല ലവും കംപ്ലീഷൻ ഓഫ് യുവർ ലവ് അല്ലെങ്കിൽ വളരെ ഭംഗിയായിട്ടുള്ളൊരു ഫാമിലി ലൈഫ് ഒക്കെ ഉണ്ട് എന്ന് പറയേണ്ടി വരും. പക്ഷേ ഇവിടെ ഞാൻ അങ്ങനെ പറയില്ല. ഇതിന് കാരണമുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം ഉണ്ടാവാം, നിങ്ങളുടെ പാർട്ട്ണർക്ക് ഒരുപാട് സ്നേഹം ഉണ്ടാവാം, അല്ലെങ്കിൽ വാട്ട് എവർ യുവർ സിറ്റുവേഷൻ, നല്ലൊരു സിറ്റുവേഷൻ ഉണ്ടാകാൻ യോഗം ഉണ്ടാവാം. പക്ഷെ നിങ്ങളുടേതായിട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻ്റെ കുറവോടെയുണ്ട്. ആ കോൺട്രിബ്യൂഷൻ മര്യാദയ്ക്ക് നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം, എനിക്കല്ല. എനിക്ക് ഓരോരുത്തരും ഇപ്പം എത്ര പേര് കാണുന്നുണ്ടെന്ന് വെച്ചാൽ എല്ലാവരുടെയും സിറ്റുവേഷനോട് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ
ബ്രെയിനും നിങ്ങളുടെ വിസ്ഡം, ബ്രെയിൻ അല്ല സോറി, വിസ്ഡം, ജ്ഞാനം ഉപയോഗിച്ച് നിങ്ങൾ എന്താണ് അതിൽ ഒരു എക്സ്ട്രാ കോൺട്രിബ്യൂഷൻ. കാരണം 10 ഓഫ് പെന്റക്കിൾസ് ആണ് ഇവിടെ. ഞാൻ പറയാൻ പോകുന്നത് ഡിഫറെന്റ് രീതിയിലാണ്. അതാണ് ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ പ്രാവശ്യങ്ങൾ പറഞ്ഞ മാതിരിയല്ല ഈ പ്രാവശ്യം ഞാൻ പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഇവിടെ 9 പെന്റക്കിൾസ് ഇവിടെ ഉണ്ട്, ഇൻഡിപെൻഡന്റ് ആണ്, ഹാപ്പിയാണ്, ഒക്കെയാണ്, വാട്ടെവർ. പക്ഷെ എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലവ് ലൈഫിൽ നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ട്. അതും കൂടി ആവുമ്പോഴാണ് 10 ഓഫ് പെന്റക്കിൾസ് ആവുള്ളൂ. അത് മാത്രല്ല, നിങ്ങൾ നിങ്ങളുടെ ലവ് ലൈഫിൽ സേവ് ചെയ്യേണ്ട എന്തെങ്കിലും ഉണ്ടാവും. അതും കൂടി ആയാലാണ് നിങ്ങളുടെ ലവ് ലൈഫ് നന്നാവുള്ളൂ. അതിന് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഒരു ജ്ഞാനിയുടെ ബുദ്ധിയാണ്. ബുദ്ധിയല്ല, കഴിവാണ്. നിങ്ങൾക്ക് വിസ്ഡം, അതായത് വിസ്ഡം എന്ന് പറയുന്നത്, ജ്ഞാനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എഡ്യൂക്കേഷനിൽ നിന്ന് കിട്ടുന്നതല്ല, അത് മോളിൽ നിന്ന് കിട്ടുന്നതാണ്. മനസ്സിലായോ? ആ ജ്ഞാനം ഉപയോഗിച്ച് കണ്ട ഇവിടെയുള്ള വ്യക്തി ഇതൊരു വൃദ്ധനായ മനുഷ്യനാണ്. വൃദ്ധൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് വൃദ്ധനല്ല, ഒരു 60-70 ഏജ് ഒക്കെ ഉള്ള ഒരു മനുഷ്യൻ. മനസ്സിലായോ? അപ്പോ ഒരു 60-70 ഏജ് ഒക്കെ ആവുമ്പോഴാണ് മനുഷ്യർക്ക് ഒരു ജ്ഞാനത്തിന്റെ പൂർത്തീകരണം ഉണ്ടാവണമെന്നൊക്കെയാണ് സാധാരണ ജനങ്ങളുടെ വിശ്വാസം. ഇപ്പൊ ഇവിടെ ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. മുത്തുപോലെ വളരെയധികം സ്നേഹമുള്ള അവസരങ്ങളും, അല്ലെങ്കിൽ സ്നേഹം ഉണ്ടാവാം, നിങ്ങൾ ചെയ്യുന്നതിന്റെ മാക്സിമം ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തോ ഒന്നും കൂടി നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുണ്ട്. ആ ചെയ്യാനുള്ളത് നിങ്ങളുടെ ജ്ഞാനം ഉപയോഗിച്ച് നിങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങൾ ഫെബ്രുവരി മാസത്തിൽ അത് ഡെപ്പോസിറ്റ് ചെയ്താൽ യു ആർ ഗോയിങ് ടു ഗെറ്റ് ഗ്രേറ്റർ ബെനിഫിറ്റ്സ്. അതാണ് ലവ് ലൈഫിൽ ഫെബ്രുവരിയിൽ നിങ്ങളുടേത്. താരതമ്യേന വളരെ നല്ല ഒരു മാസമായിരിക്കും. ഫൈനാൻസ് ഫെബ്രുവരി മാസത്തിൽ നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഫൈനാൻസ്, നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഒന്ന് മെച്ചപ്പെടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ മരം നട്ട് കുഴി നട്ട് സീഡ്സ് ഒക്കെ വെച്ചിട്ടുണ്ടാവുള്ളായിരിക്കാം. അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊജക്റ്റ് ഒക്കെ ചെയ്ത് നോക്കി നിൽക്കുന്നുണ്ടാവാം. അങ്ങനത്തെ ഒരു പ്രതീക്ഷയോടെ നോക്കി നിൽക്കുന്ന ഒരു മാസമാണ് ഫെബ്രുവരി മാസം. അപ്പോൾ നമുക്ക് ഈ പയൽ നമ്പർ 2-ന്റെ വാട്ട് ഈസ് 3 ഓഫ് വോൺസിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ ഫോർ ഫൈനാൻസ്. എന്താണ് നോക്കാം. ഫൈനാൻസ് നിങ്ങൾ നോക്കിയിരിക്കുന്നത്, ആഹാ ഇതും അങ്ങനെ തന്നെയാണ്. 4 ഓഫ് കപ്സും ജഡ്ജ്മെന്റും. അപ്പോ 4 ഓഫ് കപ്സ്, 3 ഓഫ് വോൺസ്. 3 ഓഫ് വോൺസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലമായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ദൂരത്തുനിന്ന് എന്തോ വരാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഓൾറെഡി അത് പ്രതീക്ഷയുണ്ട്, അത് വരുന്നുണ്ടെന്ന് നിങ്ങൾ കാണുന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നില്ല. അങ്ങനെ നിങ്ങൾ എക്സോസ്റ്റഡ് ആയിട്ട് മാറുകയാണ്. നിങ്ങളുടെ പ്രതീക്ഷ ഈ 4 ഓഫ് കപ്സ് ആണ്. 4 ഓഫ് കപ്സിൽ 3 അടുത്തുണ്ട്, അപ്പോഴും 4 ഇല്ലാത്തതുകൊണ്ട് എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടാനുണ്ട്. നിങ്ങളുടെ ഫിനാൻസിൽ ശരിയാവാനുണ്ട്, ഒരു ലോൺ ആവാം, വാട്ട് എവർ ദ സിറ്റുവേഷൻ. പക്ഷെ അതിന്റെ ജഡ്ജ്മെന്റ് വരാണ് ഫെബ്രുവരിയിൽ. നിങ്ങൾക്കത് ഫെബ്രുവരി മാർച്ചായിട്ട് നിങ്ങൾക്കത് ലഭിക്കും. അപ്പൊ ജഡ്ജ്മെന്റ് വരിക എന്ന് പറഞ്ഞാൽ അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജസ്റ്റിസ് അനുസരിച്ച്, നിങ്ങൾ ചെയ്ത കർമ്മത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഫിനാൻസിൽ ഗുഡ് റിസൾട്ട് ഉണ്ടാകും. അതിലൊരു കാത്തിരിപ്പ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം ഫെബ്രുവരി മാസമല്ല, അതിലും കൂടുതൽ പോകും, പക്ഷെ എന്റെ റിസൾട്ട് ഗുഡ് ആയിരിക്കും. ഓക്കെ. ഹെൽത്ത് കണ്ടീഷൻ വർക്കൗട്ട് ചെയ്യണമെന്ന്. ഹെൽത്ത് കണ്ടീഷൻ ഓക്കെ ആണോന്ന് വെച്ചാൽ ഓക്കെ എന്ന് പറയാനേ പറ്റുള്ളൂ. ആ ശരിയാവണമെങ്കിൽ വർക്കൗട്ട് വേണം, പാർട്ട്ണർഷിപ്പ് വേണം. എന്ത് ഹെൽത്തിൽ, അതായത് ചെക്ക് ചെയ്യാനുള്ളത് ചെക്ക് ചെയ്യുകയും, കൊടുക്കാനുള്ളത് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാനുള്ളത് കൊടുക്കുകയും, എക്സസൈസ് ചെയ്യാനുള്ളത് ചെയ്യുകയും, വെള്ളം കുടിക്കാനുള്ളത് കുടിക്കുകയും,
കറക്റ്റായിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് മെഡിസിൻ എടുക്കുകയും ഒക്കെ ചെയ്താൽ ഹെൽത്ത് ഓക്കെയാണ്. അപ്പം അതിന് പ്രിപ്പറേഷൻ ആവശ്യമുണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ദെൻ കരിയർ, അത് നൈറ്റ് ഓഫ് കോയിൻസ് ആണ്. നൈറ്റ് ഓഫ് കോയിൻസ് കരിയറിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് കരിയറിൽ ഒരു മെച്ചപ്പാട് ഉണ്ടാകാൻ അല്ലെങ്കിൽ കരിയറിൽ ഒരു ബെറ്റർ ഫെസിലിറ്റി അല്ലെങ്കിൽ ഒരു പ്രൊമോഷനൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് വളരെ വേഗത്തിൽ. ഫെബ്രുവരി മാസം അത് ഉണ്ടാകുമോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, 2 of Wands, Emperor. ഓക്കെ, അപ്പോൾ ഇതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കരിയറിൽ എന്തെങ്കിലും ഓപ്ഷൻസ് കിടക്കുന്നുണ്ടാവാം. അപ്പോൾ ഓപ്ഷൻസിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ നിങ്ങൾ തിരഞ്ഞെടുത്താൽ നിങ്ങൾക്ക് ഈ പറയുന്ന എംബ്രർ പൊസിഷൻ, ഇപ്പം നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന പ്രൊമോഷനോ അല്ലെങ്കിൽ കിട്ടാമെന്ന് വിചാരിച്ചിരിക്കുന്ന ബിഗ് കോൺട്രാക്റ്റോ അത് ചെയ്തു കൊടുത്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന പണമോ എന്തും ആയിക്കോട്ടെ, അതിലേക്ക് നിങ്ങളുടെ ഡിസിഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഒപ്പം എംബ്രർ പോലെ, അതായത് ഒരു ബോസ് ആയിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ തന്നെ വലിയ കാരണവരാവാം, ആരെങ്കിലും നിങ്ങൾക്ക് ഇതിനൊരു അല്ലെങ്കിൽ വളരെ എന്താ പറയുക, വളരെ കഴിവുള്ള എന്താ പറയുക സ്വാധീനമുള്ള മനുഷ്യൻ ആരെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനോ സാധ്യതയുണ്ട് ഇൻ ദ മന്ത് ഓഫ് ഫെബ്രുവരി. അപ്പൊ ഇതാണ് നിങ്ങളുടെ റീഡിങ് ഏതിന്റെ ഫെബ്രുവരി മാസത്തെ പാൽ നമ്പർ 2-ന്റെ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ പറയുന്നത്, കറക്റ്റായിട്ട് മനസ്സിലായി കാണും. എനിക്കറിയാം ഞാൻ എപ്പോഴും കുറേ വീഡിയോസ് എടുക്കുന്നില്ല ഇപ്പോൾ, പക്ഷേ എടുക്കുന്നത് നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ ആണ് ഞാൻ ശ്രമിക്കുന്നത്. ഓക്കെ, വാരി വലിച്ച് കുറേ എല്ലാ ദിവസവും ഓരോന്നും ചെയ്യാൻ ചിലപ്പോൾ സമയം കിട്ടില്ല, പക്ഷെ ചെയ്യുന്നത് ഭംഗിയായിട്ട് ചെയ്യും. ഓക്കെ, സോ പായൽ നമ്പർ 3ലേക്ക് നമ്മൾ പോവാണ്. വീണ്ടും പറയാണ്, നമ്മുടെ ഇംഗ്ലീഷ് ചാനൽ നമ്മൾ പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വളരെ ഉപയോഗം ചെയ്യും. നോക്കാൻ ശ്രമിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക, അങ്ങനെ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് അവിടെ കിട്ടുക. അപ്പോൾ പിന്നെ എപ്പോഴും ഞാനിത് പറയേണ്ടത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. ഓക്കെ, ശരി. പായൽ നമ്പർ 3 for the month of February. Who are watching this video, whatever the situation, please give them the right answer about love, career, the fire, earth, air, water, and the space energies of the universe. The angels, guardians, keepers, and deities, please help them to find their answers for life. Love, finance, health, career. സോ പായൽ നമ്പർ 3ടെയാണ് ഇപ്പോൾ പറയുന്നത്. ലവ് കാര്യങ്ങളെ, അതായത് 4 of Swords ആണ്. ഇതിന് നമുക്ക് ക്ലാരിഫിക്കേഷൻ വേണം. ബട്ട് സ്റ്റിൽ
4 ഓഫ് സോഡ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ട്, ലവ് ലൈഫിൽ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ട് ഇപ്പോൾ ഒരു റെസ്റ്റിംഗ് പീരീഡിലിരുന്ന് ഇതെല്ലാം അനലൈസ് ചെയ്തിട്ട് പുതിയൊരു ഹോഴ്സിനെ ക്രിയേറ്റ് ചെയ്ത് മുന്നിലേക്ക് പോകുന്ന ഒരു ഡ്രീം കാണുന്ന അവസ്ഥ. അപ്പം ഇത് എനിക്ക് ഒന്ന് ക്ലാരിഫൈ ചെയ്യണം. ഓക്കെ, 4 ഓഫ് സോഡ്സ് ഫോർ ലവ്, നമ്പർ 3 for the month of February, please. Okay, ഇതാണ് 7 of wands with a sun card. ഞാനിത് നേരത്തെ പറഞ്ഞായിരുന്നു, ഇതൊരു പ്രതീക്ഷയ്ക്ക് വേണ്ടിയിട്ട് റെസ്റ്റിംഗ് പീരീഡാണ് ഫെബ്രുവരിയുടെ തുടക്കത്തിൽ ഉണ്ടാവുക, അല്ലെങ്കിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞാൽ, ഈ റെസ്റ്റിംഗ് പീരീഡിലേക്ക് നിങ്ങൾ എത്തിച്ച ചില സിറ്റുവേഷൻസ് ഉണ്ടാവാം ജീവിതത്തിൽ. അതായത് ഒരു വിലയിരുത്തൽ ആവശ്യമുള്ള സമയം, അല്ലെങ്കിൽ ചെയ്തതൊക്കെ ശരിയായില്ല, തെറ്റായി പോയി, അപ്പം ഇപ്പോൾ ഒരു റെസ്റ്റിംഗ് പീരീഡ് എടുത്ത് മെഡിറ്റേഷനും ബാക്കിയുള്ള കാര്യങ്ങൾ, യോഗ പോലെയുള്ള ഒരു അവസ്ഥയിലേക്ക്, ഹീലിംഗ് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്കാണ് ഇപ്പം നിങ്ങൾ നിൽക്കുന്നത്. ആ അവസ്ഥയിൽ നിങ്ങളുടെ പഴയ രീതികൾ നിങ്ങൾ മാറ്റി, പഴയ രീതികളെ നിങ്ങൾ തടഞ്ഞു നിർത്തിയിട്ട് സണ്ണിൻ്റെ എനർജിയിലേക്ക് നിങ്ങൾ വരണം. പഴയ രീതിയിലുള്ള നിങ്ങൾക്ക് ഇപ്പോൾ ലവ് ലൈഫിൽ നിങ്ങൾ കാണിക്കുന്ന ചില കുസൃതികളോ, ഓവർ ഡിമാൻഡിങ്ങോ, ഓവർ എന്താ പറയുക, അല്ലെങ്കിൽ എന്താ പറയുക, ഈഗോയോ, ഇങ്ങനെയൊക്കെയുള്ള നിങ്ങൾക്ക് പല കാര്യങ്ങളുണ്ടാവാം. അതൊക്കെ നിങ്ങൾ തടുത്തു നിർത്തിയിട്ട് ലവ് ലൈഫിൽ ഒരു പ്രകാശം കാണാൻ വരികയാണ്. ഓക്കെ, അതാണ് അതിൻ്റെ ക്ലാരിഫിക്കേഷൻ. സോ ദെൻ ഫിനാൻസ്. ഓ വാവ്, പുതിയ ഓപ്പർച്യൂണിറ്റി ഫിനാൻസിൽ. നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് തുടങ്ങാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു കരിയറോ ബിസിനസ്സോ, അതല്ലെങ്കിൽ എന്തെങ്കിലും ലോണോ, വലിയൊരു ലോണോ, എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ബിസിനസ് തുടങ്ങാനൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതൊരു അടിപൊളി അഡ്വഞ്ചറാണ്. അഡ്വഞ്ചർ അല്ല, ദിസ് ഈസ് വെരി വെരി ഗ്രേറ്റ്ഫുൾ. ഏസ് ഓഫ് കപ്സ് ഫിനാൻസ് ആയിട്ട് വരിക. അപ്പം എപ്പോഴും ധനമുണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന ന്യൂ ഐഡിയ നിങ്ങളെ കൊണ്ടുവന്ന് എത്തിക്കും എന്നാണ്. അങ്ങനത്തെ ഒരു ഐഡിയയോ ഒരു അവസ്ഥയോ നിങ്ങൾക്ക് ഫെബ്രുവരി മാസത്തിൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് വളരെ നല്ലൊരു സാമ്പത്തിക അവസ്ഥ, ഫിനാൻസിന്റെ ഒരു അവസ്ഥ ഫെബ്രുവരി മാസത്തിൽ ഉണ്ടാകും. ഹെൽത്തിന്റെ കാര്യത്തിൽ 9 ഓഫ് കപ്സ് ആണ്. നോക്കുമ്പോൾ വളരെ ഹാപ്പിയാണ്, ഹാപ്പിയാണ്. പക്ഷേ ഇവിടെ ഡീഹൈഡ്രേഷൻ അല്ല പ്രശ്നം, ഓവറായിട്ട് കഴിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ഇതൊരു ഹെൽത്ത് ഇഷ്യൂ ആയിട്ട്, അല്ലെങ്കിൽ ഹെൽത്ത് എൻ്റെ കാർഡായിട്ട് വരുമ്പോൾ നല്ല എൻജോയബിൾ ഹെൽത്ത് എന്ന് പറയേണ്ടി വരും. പക്ഷെ എനിക്ക് പറയാൻ തോന്നുന്നത്, ചിലർക്ക് നല്ല എൻജോയബിൾ ഹെൽത്തും, ചിലർ ഓവറായിട്ട് മദ്യപാനം കഴിക്കുന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കുക. മദ്യപാനം എന്ത് തരത്തിലുള്ള ഇതുണ്ടെങ്കിലും അത് ഹെൽത്തിനെ ബാധിക്കും എന്നും കൂടി ഞാൻ പറയുകയാണ്. 9 ഓഫ് കപ്സ് ഹെൽത്ത് ഇതായിട്ട് വരുമ്പോൾ ഒരുപാട് ആരോഗ്യം നോക്കാതെ വെള്ളമടിക്കുകയോ ഡ്രഗ്സ് ഉപയോഗിക്കുകയോ എന്തെങ്കിലും തരത്തിലുള്ള അഡിക്ഷൻ ഉണ്ടാകുകയോ ചെയ്യുന്ന ഒരവസ്ഥയാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം, അതിൽ നിന്ന് പിന്മാറാൻ ശ്രമിക്കണം. നല്ല രീതിയിലായിട്ടുള്ളവർക്കാണെങ്കിൽ ഇത് ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഓവറായിട്ട് കഴിക്കുന്നുണ്ടെങ്കിലും പ്രശ്നമാണ്. ഇനി കരിയറിന്റെ കാര്യത്തിൽ ക്വീൻ ഓഫ് പെന്റക്കിൾസ് ആണ്. വളരെ നല്ല കാർഡാണ്, വളരെ നല്ല സമയം. ഇപ്പം നിങ്ങൾക്ക് ജോലി ഇല്ലെങ്കിൽ ശ്രമിക്കാൻ പറ്റിയ സമയം, കാരണം നിങ്ങൾക്കിവിടെ ഏസ് ഓഫ് കപ്സ് ആണ് ഫിനാൻസിൽ. അപ്പോൾ ജോലി ഇല്ലെങ്കിൽ വളരെയധികം സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ജോലി കിട്ടാൻ, അതായത് സ്ഥിരം ജോലി കിട്ടാനും സ്ഥിരമായിട്ടുള്ള ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അതിൽ വിജയിക്കാനും ഒക്കെ പറ്റിയൊരു സമയമാണ്, തുടങ്ങാൻ പറ്റിയ സമയമാണ്. അല്ലെങ്കിൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നല്ല ഫലങ്ങൾ കിട്ടാൻ ഉള്ള ഒരവസ്ഥയാണ്. ഇത് രണ്ടും കൂടി കൂട്ടി വായിച്ചാൽ പുതിയ ഏതോ ഒരു സംരംഭം തുടങ്ങിയിട്ട് അതിൽ വളരെയധികം നേട്ടം വരുന്ന ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ പൈൽ നമ്പർ 3യുടെയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എല്ലാവർക്കും വളരെ നല്ലൊരു സമയവും വളരെ നല്ലൊരു ജീവിതമൊക്കെ ഞാൻ ആശംസിക്കണം. അത് എന്തത് ഇങ്ങനെ അങ്ങനെ
ആ പിന്നെ നിങ്ങളോട് എനിക്ക് ജനറൽ റീഡിങ് ഞാൻ ചിലപ്പോൾ ഇത് കഴിഞ്ഞ് കഴിയുമ്പം ഇടും, അറിയില്ല, ചിലപ്പോൾ നാളെ ആയിരിക്കും ഇടുക. അപ്പോൾ അത് നോക്കുക. ഇംഗ്ലീഷ് ചാനലിൽ പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ ഇട്ടിട്ടുണ്ട്, അത് നോക്കുക. അപ്പോൾ എല്ലാം കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ദൈവാനുഗ്രഹവും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പറയാണ്. പിന്നെ വേറെന്താണ് പ്രത്യേകിച്ച്, ഇവിടെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. ഇവിടെ പിള്ളേർക്ക് അടിപൊളി വെക്കേഷനാണ്. ഒരു ജനുവരി എൻഡ് ആകുമ്പോഴാണ് അവർക്ക് അത് ഫിനിഷ് ആവുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഓക്കെ, അപ്പം എൻ്റെ വിശേഷങ്ങൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ വെബ്സൈറ്റ് തുടങ്ങിയതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. അത് കാരണം കൊണ്ട് ബാക്കിയുള്ള റീഡിങ്സ് ഒക്കെ ഞാൻ നിർത്തി. പ്രൈവറ്റ് റീഡിങ് ഇമെയിൽസ് ചെയ്യുന്നില്ല, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ. പിന്നെ അതുപോലെ ബാക്കിയുള്ള ഞാൻ പല സ്ഥലത്തും വർക്ക് ചെയ്തിരുന്നു, അതെല്ലാം ഞാനിപ്പോൾ നിർത്തി. ഞാൻ എൻ്റെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാണ്. സോ അവൈലബിലിറ്റി ഉണ്ട്, പക്ഷേ ഇമെയിൽ റീഡിങ് എന്നോട് ചോദിക്കരുത്, വെബ്സൈറ്റ് ത്രൂ മാത്രമേ നമ്മൾ ചെയ്യൂ. അതാണ് എനിക്ക് കറക്റ്റായിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ആയിട്ടുള്ള ഒരു ന്യൂസ് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓക്കെ, ബൈ, സീ യു.